വെൽക്കം ബാക്ക്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നോയമ്പൊക്കെ അല്ലേ, ഇന്ന് എനിക്ക് മോന് നോയമ്പുണ്ടായിരുന്നു. അപ്പം നോയമ്പ് തുറ വിഭവങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ. അപ്പം ഞാനും അവളും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. പഴംപൊരി ഉണ്ടാക്കി, സമൂസ ഉണ്ടാക്കി. സമൂസ ഉണ്ടാക്കാൻ ഞങ്ങൾ സാധനം വാങ്ങിയാണ്. അതിൻ്റെ മസാല മാത്രം അവളുണ്ടാക്കി, ബാക്കി പേപ്പർ ഈ സാധനമല്ലേ അത് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ചെറിയ നോമ്പ് തുറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ ആഗ്രഹമല്ലേ, അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ചീരക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പത്തിരി ഉണ്ട്, വത്തക്ക ജ്യൂസുണ്ട്. അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചു. കിച്ചുമോനൊന്നും എടുത്തിട്ടുണ്ട്. കിച്ചുമോൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇന്ന് ഫുള്ളത് കംപ്ലീറ്റ് ആക്കി. അപ്പം നമുക്ക് നോമ്പ് തുറ വിശേഷങ്ങളിലേക്ക് പോയാലോ? എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഗായ്സ്. പിന്നെ ചീരക്കഞ്ഞി ഉണ്ട്, നമ്മൾ പൊടി അരിപ്പ് തെളിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം പൊന്തു വേണ്ട നോക്കി നിന്ന് കളിച്ചു. സുട പത്തിരി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് പരത്തണം സമൂസ. ബാക്കി കഞ്ഞിക്കുള്ള ഇൻഗ്രീഡിയൻസുകൾ കേട്ടോ: ചെറിയ ജീരകം, തേങ്ങ, ചെറിയുള്ളി. ചിക്കൻ ഇട്ടിട്ട് ഇളക്കുന്നതുണ്ട് ഗൈസ്. ഉണ്ടാക്കുന്ന ഭയങ്കര ടാസ്ക്കാണ്. സമൂസൻ്റെ കൂട്ടുണ്ടാക്കാം. ഗൈസ് കഴിക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ഉണ്ടല്ലോ. ഇതൊക്കെ കുറച്ചെടുത്തോളൂ. ചായ ഒന്നും എടുത്തിട്ടേ ഇല്ല. പഴംപൊരി കംപ്ലീറ്റ് ആക്കി. ഇതൊന്നും തൊട്ടിട്ടില്ല. പത്തിരി ഉണ്ട് പറയാം. ഇതാണ് ഞങ്ങളുടെ കഴിക്കുന്നത്. പപ്പായ ഒന്നും തൊട്ടിട്ടില്ല. ജ്യൂസ് ഉണ്ട്, ജ്യൂസ് കഴിക്കും. വത്തക്ക ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. ഭയങ്കര ക്ഷീണമായി. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് കിടക്കട്ടെ. പോകല്ലോ പോലായി. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും ശുഭദിനം. ഓക്കെ ഗായ്സ്.